ഹലോ ഹായ് ടോക്സിലേക്ക് സ്വാഗതം. കർണാടകയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. 26-കാരിയെയാണ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ പെൺകുട്ടി വിട്ടുകൊടുത്തില്ല. പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോയി മൊഴി കൊടുത്തു. ഐഡന്റിഫിക്കേഷൻ പരേഡ് കഴിഞ്ഞു. പെൺകുട്ടി ആളുകളെയൊക്കെ കാണിച്ചു കൊടുത്തു. എന്നാൽ ഈ ക്രിമിനൽസിനൊക്കെ കോടതി ജാമ്യം നൽകി. അതിനുശേഷമാണ് രാജ്യത്തെ ജനങ്ങളെയൊക്കെ ഞെട്ടിപ്പിച്ച സംഭവം നടന്നിട്ടുള്ളത്. ഈ ജാമ്യം കിട്ടിയ വ്യക്തികളൊക്കെ റോട്ടിലിറങ്ങി കാറുമെടുത്തു ആഹ്ലാദ പ്രകടനം കാണിച്ചു. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ കോടതി ജാമ്യം നൽകിയിട്ടുള്ളത് ഇവർക്ക്? ആ ആഹ്ലാദ പ്രകടനം കാണിക്കാനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് വന്നു? കാരണം അവർക്കറിയാം, എന്ത് തന്നെയായിരുന്നാലും ശരി, ഇന്ത്യയാണ്, എന്ത് കുറ്റം ചെയ്താലും രക്ഷപ്പെടുമെന്നുള്ള ഒരു കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസിനാണ് അവർക്ക് ആ ഒരു ആഹ്ലാദ പ്രകടനം നടത്താനുള്ള ധൈര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അവരുടെ ജാമ്യമൊക്കെ റദ്ദാക്കി. അതുപോലെ തന്നെ അവരുടെ പേരിൽ 1-2 പുതിയ കേസും കൂടി രജിസ്റ്റർ ചെയ്തു. അൺലോഫുൾ അസംബ്ലി അങ്ങനെയുള്ള കുറച്ച് കേസുകളൊക്കെ. പക്ഷെങ്കിൽ ഇതൊക്കെ ചുമത്തിയിട്ടും ഈ ജാമ്യമൊക്കെ റദ്ദാക്കിയിട്ടും കാര്യമുണ്ടോ? അവർക്ക് ശിക്ഷ ലഭിക്കുമോ? കാരണം ഒരു പെൺകുട്ടി ഐഡന്റിഫൈ ചെയ്ത് ഇവരാണ് എന്നെ ഗ്യാങ് റേപ്പ് ചെയ്തിട്ടുള്ള ബലാത്സംഗം ചെയ്തിട്ടുള്ള എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും കോടതി അവർക്ക് ജാമ്യം നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ശിക്ഷ ലഭിക്കുമോ? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ ഒരുപാട് ക്രൈംസ് ചെയ്യുന്നവർ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ അതൊക്കെ ഡീല് ചെയ്യുന്ന ആൾക്കാരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ജാമ്യത്തിൽ വിടുന്നുണ്ട്. അതുപോലെ ഈ ക്രൈം മാത്രമല്ല, മറ്റു വലിയ വലിയ ക്രൈംസ് ഒക്കെ ചെയ്തിട്ടും ജാമ്യം നൽകുന്നുണ്ട്. ഇതിലൂടെ ഒക്കെ കോടതി എന്ത് മെസ്സേജാണ് പൊതുജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വരും തലമുറക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താണ്?